റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇന്നത്തെ മാതൃഭൂമിയിലെ പേപ്പർ കട്ടിംഗ് ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നമ്മളുടെ ബാങ്കുകളുടെ സെക്ഷനിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേമുകളാണ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എന്താണ് റിപ്പോ നമുക്ക് നോക്കാം. കേന്ദ്ര ബാങ്കിൽ നിന്ന്, കേന്ദ്ര ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ റിസർവ് ബാങ്ക് അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്ര ബാങ്കിൽ നിന്ന് വാണിജ്യ ബാങ്കുകൾ ഹ്രസ്വകാലത്തേക്ക് കടമെടുക്കാറുണ്ട്. കേന്ദ്ര ബാങ്കിൽ നിന്ന് വാണിജ്യ ബാങ്കുകൾ ഹ്രസ്വകാലത്തേക്ക് പണം കടമെടുക്കാറുണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് ചുമത്തുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. അപ്പം നോട്ട് ചെയ്യുക, റിസർവ് ബാങ്ക് ചുമത്തുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. സർക്കാർ സെക്യൂരിറ്റികൾ വാങ്ങി കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നു. നോട്ട് ചെയ്യുക, സർക്കാർ സെക്യൂരിറ്റികൾ വാങ്ങി കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നു. റിസർവ് ബാങ്ക് പണലഭ്യത നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പോ നിരക്ക് ഉപയോഗപ്പെടുത്തുന്നത്. എന്താണ്? റിസർവ് ബാങ്ക് പണലഭ്യത നിയന്ത്രിക്കുന്നതിനാണ് റിപ്പോ നിരക്ക് ഉപയോഗപ്പെടുത്തുന്നത്. എങ്ങനെ? റിപ്പോ നിരക്ക് ഉയർന്നാൽ ബാങ്കുകൾ വായ്പയെടുക്കുന്നതിനുള്ള ചെലവ് കൂടുതലായിരിക്കും. റിപ്പോ നിരക്ക് ഉയർന്നാൽ ബാങ്കുകൾക്ക് വായ്പയെടുക്കുന്നതിനുള്ള ചെലവ് കൂടുതലായിരിക്കും. വിപണിയിൽ പണം എത്തുന്നത് കുറയ്ക്കാൻ കേന്ദ്ര ബാങ്ക് റിപ്പോ നിരക്ക് ഉയർത്തും. നോട്ട് ചെയ്യുക, വിപണിയിൽ പണം എത്തുന്നത് കുറയ്ക്കാൻ കേന്ദ്ര ബാങ്ക് റിപ്പോ നിരക്ക് ഉയർത്തും. വിപണിയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുകയും സാമ്പത്തിക വളർച്ചയെ സഹായിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. റിപ്പോ നിരക്ക് എപ്പോഴാണ് കുറയ്ക്കുന്നത്? വിപണിയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുകയും സാമ്പത്തിക വളർച്ചയെ സഹായിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ കൂടുതൽ വായ്പയെടുക്കും, ജനങ്ങൾക്ക് കൂടുതൽ വായ്പ നൽകും. എപ്പോൾ? റിപ്പോ നിരക്ക് കുറച്ചു കഴിഞ്ഞാൽ, റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് താഴ്ത്തി കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും? കൂടുതൽ വായ്പയെടുക്കും, ജനങ്ങൾക്ക് കൂടുതൽ വായ്പ നൽകും. അങ്ങനെ വിപണിയിൽ കൂടുതൽ പണം എത്തും. ഇന്ത്യയിലെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്രയാണ്? 6.5%. നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് 6.5%. ഈ ഡയഗ്രാം 2022 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ റിപ്പോ നിരക്ക് വർധനയുടെ ചാർട്ടാണ്. ഏപ്രിൽ 2022 4% റിപ്പോ റേറ്റ്. ജൂലൈ 2022 ആയപ്പോൾ, അത് മെയ് ജൂൺ ജൂലൈ 2022 ആയപ്പോൾ 4.5% ഉയർത്തി. ഒക്ടോബർ 2022 5% ഉയർത്തി. ജനുവരി 2023 ജനുവരിയിൽ അത് 5.5%. ഏപ്രിൽ 2023 6%. മെയ് 2023 എത്രയാണ്? 6.5%. ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്രയാണ്? 6.5% ഇപ്പോഴത്തെ. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിവേഴ്സ് റിപ്പോ നിരക്കാണ്. അപ്പം നമ്മൾ റിപ്പോ നിരക്ക് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്താണ്? എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക്? പേരിൽ തന്നെ ഉണ്ടല്ലേ റിവേഴ്സ്. അതായത് വിപണിയിൽ അധിക പണലഭ്യതയുള്ളപ്പോൾ കേന്ദ്ര ബാങ്കുകൾ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ഹ്രസ്വകാലത്തേക്ക് പണം കടമെടുക്കുന്നു. വിപണിയിൽ അധിക പണലഭ്യതയുള്ളപ്പോൾ കേന്ദ്ര ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ഈ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ഹ്രസ്വകാലത്തേക്ക് പണം കടമെടുക്കുന്നു. അതിന് നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. അതിന് നൽകുന്ന പലിശ നിരക്കാണ് ഏത്? റിവേഴ്സ് റിപ്പോ നിരക്ക്. ബാങ്കുകൾ കൈവശമുള്ള അധിക പണം കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കുകയും അതിന് പലിശ വാങ്ങുകയും ചെയ്യുന്നതാണിത്. ബാങ്കുകൾ കൈവശമുള്ള അധിക പണം കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കുകയും അതിന് പലിശ വാങ്ങുകയും ചെയ്യുന്നതാണ് ഏത്? റിവേഴ്സ് റിപ്പോ.
ഇന്ത്യയിലെ ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ നിരക്ക് എത്രയാണ്? 3.5%. നോട്ട് ചെയ്യുക, ഇന്ത്യയിലെ ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ നിരക്ക് 3.5%. ഇന്ത്യയിൽ എല്ലായ്പ്പോഴും റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കുറവായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിൽ എല്ലായ്പ്പോഴും റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കുറവായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിൽ റിപ്പോ നിരക്കിനെ റിവേഴ്സ് റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ചത് 2004-ലാണ്. നോട്ട് ചെയ്യുക, ഇന്ത്യയിലെ റിപ്പോ നിരക്കിനെ റിവേഴ്സ് റിപ്പോ നിരക്കുമായിട്ട് ബന്ധിപ്പിച്ച വർഷം 2004-ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്